ബെസ്റ്റ് എംപ്ലോയ്മെന്റ് അവാർഡ് എന്നുള്ളത് കോംപ്ലിമെന്ററി അല്ല, എല്ലാവർക്കും കൊടുക്കാൻ. അതിന് ചില ക്വാളിറ്റീസ് ഉണ്ടാകണം. എഫിഷ്യൻസി, സിൻസിയറിറ്റി, റെസ്പെക്ട്, ടൈം പങ്ക്ച്വാലിറ്റി. ഈ 4 ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ടാണ് പ്രഭുവിന് ഈ അവാർഡ് കിട്ടിയത്. ഐ ഹോപ്പ് യു കണ്ടിന്യൂ വിത്ത് ദിസ്. ഡെഫിനറ്റ്ലി സർ. അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ് ജോബിന് നീ ഈസി ആയിട്ട് എടുത്താ ജോബ് നിന്നെ ഈസി ആയിട്ട് എടുത്തോളൂ. ഗുഡ് ലക്ക്. പ്രഭു, താങ്ക് യു. എന്തോ അദ്ദേഹം എന്തോ പറഞ്ഞിട്ട് പോയി. ആ പറഞ്ഞ ക്വാളിറ്റീസ് ഒന്നും എനിക്കില്ല. ഇരിക്കട്ടെ, അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് പൂജയൊക്കെ എങ്ങനെയാ? അവിടെ ഇവിടെയൊക്കെ എന്തിനാടാ? പുറത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശരിയാവില്ല. ചെറുതോ വലുതോ നമ്മുടെ വീട്ടിൽ തന്നെ ശരിയാക്കാം. നിങ്ങൾ വാ. നീ അങ്ങനെ ഫിക്സ് ചെയ്താ ഞങ്ങൾ അങ്ങനെ ഫോളോ ചെയ്തോളാം. ഹലോ. ഹലോ സുന്ദരി, എന്തെടുക്ക? ഒന്നുമില്ല ഏട്ടാ, വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഹേ, ഇന്നെനിക്ക് ഓഫീസിൽ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാ? എന്ന് വെച്ചാൽ ഓഫീസിൽ നല്ലപോലെ പണിയെടുത്തതിന് എനിക്കൊരു പുരസ്കാരം കിട്ടി. സന്തോഷായി ചേട്ടാ. ഫ്രണ്ട്സ് ഒക്കെ പാർട്ടി ചോദിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. എന്തിനാ വെറുതെ പുറത്ത്? കല്യാണം കഴിഞ്ഞ് കുടിക്കില്ലെന്ന് വാക്ക് തന്നില്ലേ? അത് ഇന്നൊരു ദിവസത്തേക്ക് പ്ലീസ്. ശരി. എനിക്ക് ഇന്ന് ലേറ്റ് ആവുമെന്നാ തോന്നുന്നു. നിനക്ക് വിരോധമില്ലെങ്കിൽ ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നന്നായനെ. ഉണ്ടാക്കി വെക്കേട്ടാ. നീ തങ്കവാടി. ഹായ് സുന്ദരി, എന്താ ഇങ്ങോട്ട്? അത് അദ്ദേഹത്തിന്റെ കൂട്ടുകാര് വരുന്നുണ്ട് അത്ര. ചിക്കൻ വാങ്ങി വെക്കാൻ പറഞ്ഞു. പക്ഷെ എവിടുന്നാ വാങ്ങണ്ടെന്ന് അറിയില്ല. ചിക്കൻ ഷോപ്പ് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. വാച്ച്മാനോട് ചോദിച്ചാ പറഞ്ഞുതരും. ഞാനിപ്പോ ഓഫീസ് കോളിലാണ്, സോ എനിക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കില്ലേ. സാരമല്ല. അദ്ദേഹം ചിക്കൻ വാങ്ങി വെക്കാൻ പറഞ്ഞു. പക്ഷേ എങ്ങോട്ട് പോണം, എവിടെന്ന് വാങ്ങണമെന്ന് എനിക്കറിയില്ല. ഓ, ചിക്കൻ വാങ്ങാനാണോ? വന്ന് വണ്ടി കയറ്, നമുക്ക് അടിച്ചു പൊളിച്ചു പോവാന്നേ. എന്തു പറയുന്നു? എന്തെങ്ങനെ നോക്കുന്നേ? എന്റെ ഡ്രസ് കൊള്ളില്ലേ? വേണ്ട, നടന്നു പോവാം. ഓ, വണ്ടി കയറി ടച്ച് ചെയ്യേണ്ടി വരും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സോ ലോക്ക് ചെയ്തിട്ട് വാക്ക് ചെയ്യാം. ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ? മാഡം, നിങ്ങൾ യഥാർത്ഥത്തിൽ വില്ലേജിൽ നിന്നാണോ? അതെ. എന്താ ചോദിച്ചേ? അല്ല, വില്ലേജിലും ഇത്ര സുന്ദരികളായ പെണ്ണുങ്ങൾ ഉണ്ടോന്നാ. ഒന്ന് വയസ്സിനനുസരിച്ച് സംസാരിച്ച കൊള്ളാം. വയസ്സിൽ എന്തിരിക്കുന്നു മാഡം? 40 years മെന്നിന് 20 years women വേണം. 20 years womenന് 40 years മെന്നിനെ വേണം. സത്യത്തിൽ പുറം ലോകം ഇതുപോലെയൊക്കെയാ. ഇറ്റ്സ് വെരി ക്രേസി, യു നോ. ക്രേസി എന്ന് പറഞ്ഞ? ക്രേസി എന്ന് പറഞ്ഞാ അതിനിപ്പോ എന്താ പറയാ? നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയില്ല. എല്ലാരും അങ്ങനെ തന്നെയാ മനസ്സിലാക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് തെറ്റല്ല. ഇതിലെന്ത് തെറ്റാ മാഡം? പേഴ്സണലായിട്ട് ഞാൻ ഫീൽ ചെയ്തത് പബ്ലിക്കിനെ കണക്ട് ചെയ്തപ്പോ പബ്ലിക്കും അതുപോലെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. എന്താ മനസ്സിലായില്ല? ഇതൊക്കെ ഞാൻ മലയാളത്തിൽ പറയണെങ്കിലേ മലയാള മീഡിയത്തിൽ ആദ്യം തൊട്ട് പഠിക്കണം. അതിപ്പോ എന്തായാലും പറ്റില്ല. അതേ ഷോപ്പ് ഒന്ന് പോവാ. വാ. ഹായ് സുന്ദരി, വാടാ. വാ വാ. ഹലോ. ഇവരൊക്കെ എന്റെ ഓഫീസ് കൊളീഗ്സ് ആണ്. നമ്മുടെ കല്യാണത്തിന് വന്നിരുന്നു, ഓർമ്മയില്ലേ? നമസ്കാരം. നമസ്കാരം. ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നീ പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? ഞാൻ കൊണ്ടുവരാം, നിങ്ങൾ ഇരിക്കേ. വരൂ. ശരി, വാടാ, നമുക്ക് എന്നാ പിന്നെ തുടങ്ങിക്കളയാം. എടാ, നിന്റെ വൈഫൊന്നും വിചാരിക്കില്ലല്ലോ? അങ്ങനെ വിചാരിച്ച ഞാൻ വീട്ടിലേക്ക് വിളിക്കൂ. ഫീൽ ഫ്രീ ഗൈസ്. നിങ്ങളുടെ വീടാണെന്ന് വിചാരിച്ച് നല്ലപോലെ കുടിച്ചോ. കല്യാണത്തിന് ശേഷം ഞാൻ കുറച്ച് തടി വെച്ചു. ഹോം ഫുഡ് അല്ലേ, അതുകൊണ്ടായിരിക്കും. ചിക്കൻ ആണല്ലോ. എന്താടാ കൊറേ നേരമല്ലേ കൈ വെച്ചോണ്ടിരിക്കുന്നത്? കുടിക്ക്. തന്റെ വൈഫ് നല്ല ഹോട്ടായിട്ട് സെക്സി ആയിട്ടുണ്ടല്ലോ.
എന്താ എന്ത് പറ്റി നിനക്ക്? എന്താണ് പറ്റിയേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. നീ എന്റെ HR ആയതുകൊണ്ട് ഞാൻ ജീവനോട് വിടുക. ഓൾറെഡി എന്റെ മനസ്സിൽ ഞാൻ നിന്നെ കൊന്നു കഴിഞ്ഞു. അവൾ എന്റെ ഭാര്യയാണ്. ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെ സംസാരിച്ചാൽ പുറത്തുള്ള ഞാൻ നിന്നെ കൊന്നിരിക്കും. എന്താ സാർ ഇത്? പാർട്ടി അറ്റ്മോസ്ഫിയർ കൊളവാക്കല്ലേ? സോറി സാർ, സോറി. വിഷമിക്കണ്ട. ഓക്കെ, കമോൺ കമോൺ. ഐ എം റിയലി സോറി. ചിൽ ചിൽ. ഐ എം റിയലി സോറി സർ. ഓക്കെ, കമോൺ കമോൺ. ഹാവ് ഇറ്റ്, ഹാവ് ഇറ്റ്. എന്താ ഇതൊക്കെ? ഓ, രാത്രി ഞാൻ നല്ല ഓവറായിരുന്നു തോന്നുന്നു. സോറി ചെക്കരെ, ഞാൻ കാരണം നിനക്ക് ബുദ്ധിമുട്ടായില്ലേ? അയ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞ്? നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എങ്ങനെയാ ബുദ്ധിമുട്ടാവുക? ശരി, ബൈ. ഹായ് സുന്ദരി. അനിതേച്ചി, എന്താ ഇവിടെ? ലഞ്ചൊക്കെ റെഡിയായോ? ഇല്ല ചേച്ചി. ഞാൻ കുറച്ച് സാമ്പാർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ശരി. ബൈ. എന്തൊരു സ്ട്രെച്ചറായത്. അല്ല റിതേഷ്, എന്താ ഇങ്ങോട്ട്? CD തന്നിട്ട് പോവാന്ന്. ശരി, അതവിടെ വെച്ചേക്ക്. എന്തൊരു മുതലാ. അർജന്റായിട്ട് ബാത്റൂമിൽ പോണം. എന്തോ ചേട്ടാ, എന്താ കാര്യം? ജോലി പോയി സുന്ദരി. ആ നായിന്റെ മോൻ HR അറിഞ്ഞോണ്ട് ചെയ്തതാടി. അല്ലെങ്കിലും ഒരു ഇന്റിമേഷൻ പോലും തരാതെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ? ചോദിച്ച 1000 കാരണങ്ങളാ പറയുന്നത്. എന്നാലും എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളമുണ്ട്. ഈ കമ്പനി അല്ലെങ്കിൽ എനിക്ക് വേറെ കമ്പനി ജോലി കിട്ടും. എന്റെ എക്സ്പീരിയൻസിന് എത്രയോ വലിയ കമ്പനികളുണ്ട്. ഇവന്റെ ഈ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. നാട്ടിൽ വേറെയും കമ്പനികളുണ്ടല്ലോ. നായിന്റെ മോൻ. സുന്ദരി, നീ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എന്റെ ജോബ് പോയ ഫ്രസ്ട്രേഷനില് നീ അകത്ത് പോയി കിടന്നോ, കുഴപ്പമില്ല. ഞാൻ കുറച്ച് ടെൻഷനില്ല, കുറച്ച് കഴിഞ്ഞ് വരാം.